ഹായ് ഹലോ നമസ്കാരം. GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് കുറച്ച് തിരക്കുകളിലായിരുന്നു. പ്രബിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ ഓടി നടന്നതുകൊണ്ട് കുറച്ച് തിരക്കിൽ പെട്ടുപോയത് കൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാതെ ഇരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ തമ്പനിയിൽ കണ്ടതുപോലെ ഒരു 12 വയസ്സായ കുട്ടിയെ തട്ടിപ്പ് കൊണ്ടുപോയ ആ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട പുതിയതായിട്ട് കാണുന്നവരാണ് ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൂനെയിൽ വെച്ചാണ് കിട്ടിയത്. നിസാമുദ്ദീൻ എക്സ്പ്രസ് ട്രെയിനിൽ വെച്ചാണ് നമുക്ക് കുട്ടിയെ കിട്ടിയത്. പൂനെയിൽ വെച്ചാണ് കുട്ടിയെ നമ്മുടെ കയ്യിൽ എന്തോ പോലീസുകാരുടെയൊക്കെ തക്ക അവരുടെ സഹായത്തോടു കൂടെ അവരുടെ നിയമപരമായിട്ടുള്ള ഇടപെടലിൽ കൂടി നമുക്ക് കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അതിലെന്തായാലും സന്തോഷം തന്നെയാണ്. അപ്പോൾ വീട്ടുകാരുടെ കയ്യിൽ കുട്ടിയെ ഏൽപ്പിച്ചിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുട്ടിയെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതിനു മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്ന കാര്യം. എനിക്കും ഒരു മകളുള്ളതാണ്. അപ്പം നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തോടുകൂടെ ആ കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു കരച്ചിലും ബഹളവും ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലോട്ട് നമ്മൾ പോവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ജന്മനാ അവരെ നമ്മൾ കണ്ട് സ്നേഹിച്ച് നമ്മൾ താലോലിച്ച് വളർത്തി വരുന്ന മക്കളെ നമ്മളെക്കാട്ടിലും ഒരു 2 ദിവസത്തെ പരിചയം അല്ലെങ്കിൽ 2 മാസത്തെ, ഇപ്പോൾ തന്നെ ഈ കുട്ടി വെറും 2 മാസത്തെ പരിചയമാണ്. ആദ്യമായിട്ട് ട്രെയിനിൽ വെച്ചാണ് ഈ ഒരു ചെറുക്കനെ പരിചയപ്പെടുന്നത്. ചെറുക്കൻ്റെ പേര് അഭിജിത്താണ്. 25 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കനാണ്. ഐസ്ക്രീമാണ് വിറ്റ് തിരിയുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിയോട് ഈ ഒരു കുട്ടിക്ക് ഒരു പ്രണയം തോന്നണമെങ്കിൽ അപ്പോൾ വീട്ടുകാരിൽ നിന്ന് കിട്ടാത്ത ഒരു സ്നേഹം ആ ചെറുക്കനിൽ നിന്ന് കിട്ടിയെന്നാണ് കരുതേണ്ടതല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ വീട്ടുകാരിൽ നിന്ന് കിട്ടിയ സ്നേഹം കുറഞ്ഞു പോയി എന്നുള്ള രീതിയിലാണ് ആ കുട്ടിയുടെ സംസാരം വന്നിരിക്കുന്നത്. എന്തായാലും ആ കുട്ടിയുടെ ആ ഒരു 12 വയസ്സ് ആ ഏജിനനുസരിച്ചല്ലേ കുട്ടിക്ക് സംസാരിക്കാൻ അറിയുള്ളൂ. അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കടന്നുകൂടാൻ കാരണം രക്ഷകർത്താക്കളാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു തല്ല് കൊടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ വഴക്ക് പറഞ്ഞാലോ കുറച്ച് കഴിഞ്ഞ് അവർ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി അവരും നമ്മളോടൊപ്പം കൂട്ടിച്ചേർക്കാൻ നോക്കുക അല്ലേ. ഇതാണ് പല വീടുകളിലും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മക്കൾ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അമ്മമാർ ശിക്ഷിക്കും. എല്ലാ അമ്മമാരും എല്ലാ രക്ഷകർത്താക്കളും അച്ഛനായാലും അമ്മയായാലും ബന്ധുക്കാരായാലും ശിക്ഷിക്കും, അത് ഉറപ്പാണ്. പക്ഷേ ആ ശിക്ഷയോടൊപ്പം നമ്മൾ ചെറിയൊരു തലോടലും കൂടെ ഉണ്ടാവണം ആ കൂട്ടത്തിലല്ലേ. ഇത് അവിടെ ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ആ കുട്ടിയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് ഇപ്പോഴും അഹങ്കാരങ്ങൾ നിറഞ്ഞ ഒരു സംസാരമാണ് ആ കുട്ടിയുടെ നാവിൽ നിന്ന് വരുന്നതെന്നാണ് നമുക്ക് കിട്ടിയ ഒരു അറിയിപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കുട്ടിയെ കണ്ടെടുത്താൻ പോലീസുകാർ എന്തൊക്കെയാണ് കഷ്ടപ്പെട്ടിരിക്കണേന്ന് നമുക്കൊന്ന് കാണണ്ടേ. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഒരു ആൺ സുഹൃത്തുണ്ടെന്ന് മനസ്സിലായി. ഈ കുട്ടിയെ കൊണ്ടുപോയ അവരുടെ വല്യമ്മയുടെ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമുക്കത് സ്വിച്ച് ഓഫ് ആയിരുന്നു, നമുക്കത് കിട്ടിയില്ല. ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ആ പയ്യനെ ഫോട്ടോ കാണിച്ചു. അപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ടീമിനെ കൂടെ തന്നെ വിട്ടു. നമ്മൾ ഇവിടെ ടീമിനെ വിട്ടപ്പോൾ തന്നെ ഏകദേശം നമ്മളും അവരുമായിട്ട് കുറേ അകലത്തിലായിരുന്നു. ഫോൺ നമ്പർ അറിയില്ല, ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഞങ്ങൾ മെസ്സേജൊക്കെ ഇടുന്നതെന്ന് പറഞ്ഞു. ആ പയ്യനെ കൊണ്ട് നമ്മൾ മെസ്സേജ് ഇടിപ്പിച്ചു. ട്രാക്ക് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഓച്ചറ ക്ലാപ്പന സ്വദേശിയാണെന്ന് മനസ്സിലായി. 5-ാം തീയതി പോയ കുട്ടി അപ്പോൾ 26-ാം തീയതി നമ്മൾ ഇവിടുന്ന് യാത്ര ആരംഭിച്ചു. 27-ആയി. 28-ാമത്തെ ദിവസം ഇന്ന് 28-ാം തീയതിയാണ്. വീട്ടുകാർക്കൊക്കെ വളരെ വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും വളരെ. എന്തായാലും പോലീസിൻ്റെ സംയോജിതമായ ഇടപെടലിലും എല്ലാ ഉദ്യോഗസ്ഥരുടെയും സഹകരണം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുട്ടിയും കൂടുള്ള പയ്യനെയും നമുക്ക് എടുക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഈ കാണിക്കുന്ന എഫർട്ടുകളുണ്ടല്ലോ, കാണാതെ പോകുമ്പോൾ കാണിക്കുന്ന വിഷമങ്ങൾ, അതിൻ്റെ 100-1 പോലും നമുക്ക് ഇവരെ വളർത്തുന്നതിന് എടുക്കണ്ട. എല്ലാ പേരൻസും പഴയ കൂട്ടുകുടുംബമൊക്കെ ഇല്ലാത്തതാണ് കുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള. ഇപ്പോൾ
നമ്മൾ കേട്ടല്ലോ. അപ്പോൾ കൂട്ടുകുടുംബം ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ കാരണമെന്നാണ് സാറ് പറയുന്നത്. പക്ഷേ എനിക്ക് അതുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കൂട്ടുകുടുംബം അല്ലല്ലോ പ്രധാനം. അമ്മയും അച്ഛനും മാത്രം മതി ആ കുട്ടികളെ സ്നേഹിക്കാനും തലാടാനും. പിന്നെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ മതി. കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പം കൂടുതലും അടിയും വഴക്കും വരാനാണ് ചാൻസ് കൂടുതൽ. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇനി സാറിൻ്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ബട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് യോജിക്കാൻ കഴിയുന്നുണ്ട്. കാരണം സാറിൻ്റെ ഇടപെടൽ കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് എനിക്ക് സന്തോഷം തോന്നി. നമ്മുടെ കേരള പോലീസ് ഇത്രയും ഗൗരവമായിട്ടൊരു കേസ് എടുത്ത് സക്സസ് ആക്കിയല്ലോ. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. വളരെ വിജയം തന്നെയാണ് കേട്ടോ. ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു വൻ വിജയമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും കുട്ടിയെ കിട്ടിയത് തന്നെ വളരെ 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 സന്തോഷമാണ്. ഒരു പ്രശ്നവും കൂടാതെ കുട്ടിയെ കിട്ടിയത്. എന്തായാലും ഇനിയെങ്കിലും മാതാപിതാക്കൾ ആ കുട്ടിയോട് സ്നേഹത്തോടെ പരിപാലിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവർ മാത്രമല്ല കേട്ടോ, പൊതുസമൂഹം എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ മക്കളെന്ന് പറയുമ്പോൾ തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മൾ അതിന് സാക്ഷിക്കും, ഉറപ്പായിട്ട് സാക്ഷിക്കും. ആ സാക്ഷനയോടെ കൂടെ ഒരു തലോടലും കൂടെ ഉണ്ടായാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമ്മളിൽ നിന്ന് കിട്ടാത്ത ഒരു സ്നേഹം മറ്റൊരാളെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ആ കുട്ടികൾ വളരെ വേഗത്തിൽ ഫാസ്റ്റായിട്ട് അവരിലേക്ക് അടുക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ഇനിയൊരു കാര്യം എന്ന് പറയുന്നത് വെറും 2 മാസം കൊണ്ട് മാത്രം പരിചയപ്പെട്ട ഒരു ട്രെയിൻ യാത്രയിൽ പരിചയപ്പെടുന്നു, ഫോൺ നമ്പർ കൈമാറുന്നു. അതോടൊപ്പം ഇവർ പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നു. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരിക്കൽ കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയാണ് ഈ കുട്ടികൾ പരസ്പരം ഇറങ്ങിപ്പോകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീട്ടുകാരുടെ ആ ഒരു ഇടപെടൽ, കരച്ചിൽ, ബഹളം, ഇതെല്ലാം വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ഇതുപോലൊരു തെറ്റിലേക്ക് പോവാതിരിക്കട്ടെ, ഒരു കുട്ടികളും പോവാതിരിക്കട്ടെ. ഓക്കെ, വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. ഓക്കെ, ബൈ.